السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അഹ്മദിയ ജമാഅത്തിൽ ഫെബ്രുവരി 20 മുസ്ലിം മഊദിനെ കുറിച്ചുള്ള പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ നിലയിൽ സ്മരിക്കുന്നു. ജമാഅത്തുകളിൽ മുസ്ലിം മൗദ് ദിന യോഗങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. ഈ കാര്യം ഞാൻ മുമ്പും പലതവണ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും വീണ്ടും വിശദീകരിക്കാം, പുതുതായി വരുന്നവർക്കും കുട്ടികൾക്കും വേണ്ടി. അതായത് മുസ്ലിം മൗദ് ദിനം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല സ്മരിക്കപ്പെടുന്നത്, മറിച്ച് ഒരു പ്രവചനം പൂർത്തിയായതിന്റെ സ്മരണയിലാണ് ആഘോഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവചനം അത് ഇസ്ലാമിന്റെ മഹത്വവും സത്യതയും വെളിപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ഇൽഹാം അനുസരിച്ച് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയതായിരുന്നു. അത് ഹസ്രത്ത് മുസ്ലിഹ് മൗദിന്റെ ജന്മത്തിന് 3 വർഷം മുമ്പാണ് നടത്തിയത്. അതിൽ ഇസ്ലാമിന്റെ സേവകനായ ഒരു വാഗ്ദത്ത പുത്രന്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു. അത് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരടയാളം എന്ന നിലയിൽ സമർപ്പിക്കുകയുണ്ടായി. ഇന്നലെ ഫെബ്രുവരി 20 ഈ പ്രവചനത്തിന് 134 വർഷം ആയിരിക്കുന്നു. 100 വർഷത്തിലധികം കാലമായി ഇത് വെട്ടിത്തിളങ്ങുന്ന ഒരു അടയാളമാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തുകളിൽ ജൽസകൾ, യോഗങ്ങൾ നടക്കുന്നു. പ്രവചനത്തിന്റെ വിവിധ വശങ്ങൾ, വാഗ്ദത്തപുത്രന്റെ വിവിധ പ്രത്യേകതകൾ അത് പ്രവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് ഒരു പരിധിവരെ വിവരണങ്ങളും ഈ യോഗങ്ങളിൽ നടക്കുന്നു. എന്നാൽ 1-2 മണിക്കൂർ സമയത്തെ ജൽസയിൽ എല്ലാ പോയിന്റുകളും, അതിന്റെ പ്രാധാന്യവും അത് പൂർത്തിയായതിന്റെ പ്രൗഢിയും വിവരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് ഒരു യോഗത്തിൽ അത് പൂർണ്ണമായ നിലയിൽ വലയം ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പിന്നീട് ഒരു ഖുതുബയിൽ അതിന്റെ വിവിധ വശങ്ങൾ വിവരിക്കുക എന്നത് തികച്ചും അസാധ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയുണ്ടായി, ആ പോയിന്റുകൾ ഏതൊന്നിന്റെ വിശദീകരണമാണോ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു സ്വയം വിവരിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ചില ഉദ്ധരണികൾ വിവരിക്കാം. ഹസ്രത്ത് മുസ്ലിം മൗദ് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വായിക്കാനും കേൾക്കാനും അതിൻ്റെതായ ഒരു അനുഭൂതിയും ചിന്തയും ഉണ്ട്. ഏതായിരുന്നാലും ഈ ചുരുങ്ങിയ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു,
ഈ പ്രവചനത്തിന്റെ വിശാലത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന്, എത്രമാത്രം പ്രൗഢിയോടുകൂടിയാണ് ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാഗ്ദത്ത പുത്രനിൽ പൂർത്തിയായത്. ഏതായിരുന്നാലും അതിനു മുമ്പ് ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളിൽ പ്രവചനത്തിന്റെ വാചകങ്ങളും വിശദീകരിക്കാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവചനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് എതിരാളികളോട് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രവചനമെന്നും മുസ്ലിം മൗഊദിനെ കുറിച്ചുള്ള പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആദ്യത്തെ പ്രവചനം അള്ളാഹുവിന്റെ ഇൽഹാം പ്രകാരം സർവശക്തനായ അള്ളാഹു അവൻ എല്ലാ കാര്യങ്ങളിലും കഴിവുള്ളവനാണ്. അള്ളാഹു എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ ഇൽഹാമിൽ പ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് അനുഗ്രഹത്തിന്റെ അടയാളം നൽകുന്നു. നീ എന്നോട് ചോദിച്ചത് പ്രകാരം ഞാൻ നിന്റെ വിലാപങ്ങൾ കേൾക്കുകയും എന്റെ കാരുണ്യത്താൽ നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യത നൽകുകയും ചെയ്തു. നിന്റെ യാത്ര അത് ലുധിയാന ഹോഷിയാർപൂർ യാത്രയാണ്, നിനക്ക് അനുഗ്രഹീതമാക്കുകയും ചെയ്തിരിക്കുന്നു. അത്ഭുത ശക്തിയുടെയും ഔദാര്യത്തിന്റെയും സായുജ്യത്തിന്റെയും അടയാളം നിനക്ക് നൽകുന്നു. വരപ്രസാദത്തിന്റെയും അനുഗ്രഹ വായ്പിന്റെയും അടയാളം നിനക്ക് ലഭിക്കാൻ പോകുന്നു. വിജയങ്ങളുടെ കുഞ്ചിക നിനക്ക് കരസ്ഥമാവുകയാണ്. അല്ലയോ ജയശാലി, നിനക്ക് സമാധാനം. ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ ലഭിക്കുവാനും ഖബറുകളിൽ മറവ് ചെയ്യപ്പെട്ടവർ പുറത്തു വരുമാറാകാനും ഇസ്ലാം മതത്തിന്റെ മേന്മയും ദൈവവചനത്തിന്റെ പെരുമയും ജനങ്ങൾക്ക് വെളിപ്പെടുന്നതിനും ഞാൻ സർവശക്തനും ഇച്ഛിക്കുന്നത് ചെയ്യുന്നവനാണെന്ന് ലോകത്തിനു മനസ്സിലാക്കുന്നതിനും ഞാൻ നിന്നോടൊപ്പമാണെന്ന് അവർക്ക് ദൃഢബോധ്യം വരുന്നതിനും ദൈവത്തിന്റെ അസ്തിത്വത്തിൽ അവിശ്വസിക്കുന്നവർക്കും ദൈവത്തിന്റെ മതത്തെയും ഗ്രന്ഥത്തെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിഷേധിക്കുകയും കള്ളവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്കും തുറന്ന ഒരു ദൃഷ്ടാന്തമായി ഇരിക്കുന്നതിനും കുറ്റവാളികളുടെ മാർഗം വെളിപ്പെടുമാറാകുന്നതിനും വേണ്ടിയത്രേ ഇപ്രകാരം അരുളിയിട്ടുള്ളത്. ആകയാൽ നിനക്ക് സന്തോഷവാർത്തയായിരിക്കട്ടെ, പ്രതാപവാനും പരിശുദ്ധനുമായ ഒരു പുത്രൻ നിനക്ക് നൽകപ്പെടും. ഒരു പരിപാവന പുത്രൻ നിനക്ക് ലഭിക്കുന്നതാണ്. ആ കുട്ടി നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നുമുള്ളവൻ തന്നെയായിരിക്കും. സുന്ദരനായ പരിശുദ്ധസുതൻ നിന്റെ വിരുന്നുകാരൻ ഇതാ വരുന്നു. അവന്റെ പേര് ഇമ്മാനുവൽ എന്നും ബഷീർ എന്നുമാണ്. അവന് പരിപാവനമായ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അശുദ്ധികളിൽ നിന്നെല്ലാം അതീതനായിരിക്കും. അവൻ ദൈവത്തിന്റെ പ്രഭാ നൂറുള്ള ആയിരിക്കും. ആകാശത്തിൽ നിന്ന് വരുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ വരവോടുകൂടി വരുന്നവനോടൊപ്പം അനുഗ്രഹമുണ്ട്. അവൻ പ്രതാപവാനും ഐശ്വര്യവും ഉള്ളവനായിരിക്കും. അവൻ ലോകത്ത് വന്ന് തന്റെ മസീഹി ഗുണവും റൂഹുൽ ഹക്കിന്റെ അനുഗ്രഹവും മുഖേന അനേകരുടെ രോഗത്തെ സുഖപ്പെടുത്തും. അവൻ കലിമത്തുള്ള ആകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും അഭിമാനവും അവനെ മഹത്വത്തിന്റെ വചനത്താൽ അയച്ചിരിക്കുന്നു. അവൻ വലിയ ബുദ്ധിശാലിയും കാര്യജ്ഞനും സഹനശീലനും ആയിരിക്കും. ലൗകികവും ആത്മീയവുമായിട്ടുള്ള വിദ്യകളാൽ അവൻ നിറക്കപ്പെടും. അവൻ 3 4 അവിടുന്ന് പറയുന്നു, ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. തിങ്കളാഴ്ച, അനുഗ്രഹപൂർണമായ തിങ്കളാഴ്ച, വാത്സല്യപുത്രൻ, മഹാഭാഗ്യവാനായുള്ളവൻ, ആദ്യന്തരഹിതനായ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനത്തും സത്യത്തിന്റെയും ഔന്നിത്യത്തിന്റെയും നിലയനവും ആയുള്ളവൻ, അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറങ്ങിയതുപോലെ അവന്റെ ആവിർഭാവം എത്രയും അനുഗ്രഹീതവും ദൈവത്തിന്റെ പ്രഭാവം വെളിപ്പെടുന്നതിന് കാരണവുമായിരിക്കും. ഏതൊരുവനെ ദൈവം തന്റെ അഭീഷ്ടമാകുന്ന പരിമളം കൊണ്ട് പരിലിപ്തമാക്കിയോ ആ പ്രഭാവശാലി വരുന്നു. നാം നമ്മുടെ വചനം അവനിലാക്കും. അവന്റെ തലക്കുമീതെ ദൈവത്തിന്റെ നിഴലുണ്ടാകും. അവൻ വേഗം വേഗം വളർന്നു വരികയും ബന്ധനസ്ഥരുടെ മോചനത്തിന് കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ കോണുകളിലെല്ലാം അവൻ കീർത്തി പ്രാപിക്കും.
ജാതികൾ അവങ്കൽ നിന്ന് അനുഗ്രഹം കൈക്കൊള്ളും. അനന്തരം അവൻ സ്വർഗത്തിൽ തനിക്കുള്ള ആത്മീയ സ്ഥാനത്തേക്ക് കരകയറ്റപ്പെടും. ഇത് വിധിച്ചുപോയ കാര്യമാണ്. ഇതാണ് ആ പ്രവചനത്തിലെ വചനങ്ങൾ. ഇതാണ് പ്രവചനത്തിലെ വാക്കുകൾ. അത് വിവിധ വശങ്ങൾ ആ വാഗ്ദത്ത പുത്രനെ കുറിച്ച് ഇതിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് അടയാളം ചോദിക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ധ്യാനനിരതനാവുകയുണ്ടായി. അതിന്റെ ഫലമായി അള്ളാഹു അങ്ങേക്ക് ഇൽഹാം അറിയിക്കുകയുണ്ടായി. അതിന്റെ വിശദീകരണം ഞാൻ വിവരിക്കുകയുണ്ടായി. ധ്യാനനിരതനായിരുന്ന സ്ഥലത്തിന്റെ രൂപം വിവരിച്ചുകൊണ്ട് അവിടുന്ന് നടത്തിയ ദുആയുടെ സ്വീകാര്യതയുടെ ഫലമായി ഇൽഹാമിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് അതിന്റെ ഫലമായി അവിടുന്ന് മുസ്ലിം മൗഊദിനെ കുറിച്ചുള്ള പ്രവചനം നടത്തുകയും ചെയ്യുകയുണ്ടായി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുകയാണ്, ഇന്നേക്ക് 58 വർഷം മുമ്പ്, ഇത് വിവരിക്കുന്ന സമയത്ത് പ്രവചനത്തിന് 58 വർഷം ആയിരുന്നു. ഈ പ്രവചനത്തിന് ഇപ്പോൾ 59ാമത്തെ വർഷം ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 20, 1886 ഈ നഗരത്തിൽ ഹോഷിയാർപൂറിൽ അവിടുന്ന് ഹോഷിയാർപൂറിൽ വെച്ചുകൊണ്ട് ഖുത്ബ നടത്തുകയാണ്. പറയുന്നു, ഈ നഗരത്തിൽ ഹോഷിയാർപൂരിൽ ഈ കെട്ടിടത്തിൽ അവിടുന്ന് നിൽക്കുന്ന കെട്ടിടം അവിടുന്ന് അപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നു. അവിടേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എന്റെ വിരലിന്റെ മുമ്പിലുള്ള ഈ വീട്ടിൽ അന്ന് ആ കെട്ടിടത്തെ തവീല എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് താമസത്തിനുള്ള യഥാർത്ഥത്തിലുള്ള വീടായിരുന്നില്ല, മറിച്ച് ഒരു റയീസിന്റെ അധിക ഭവനങ്ങളിൽ ഒന്നായിരുന്നു. ഏതുപോലെ ചില സ്ഥലത്ത് അത്തരത്തിലുള്ള ഭവനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് ഒരുപക്ഷെ അതിൽ ഏതെങ്കിലും അതിഥികൾ താമസിക്കും, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ആക്കിയിരിക്കാം, അതല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് മൃഗങ്ങളെയോ മറ്റോ അവിടെ കെട്ടിയിടും. കൂടുതലായിട്ടുള്ള റൂമുകൾ പുറത്തുണ്ടായിരുന്നു. കാദിയാനിലെ ഒരു അറിയപ്പെടാത്ത വ്യക്തി സ്വയം അദ്ദേഹത്തെ കാദിയാനി ആളുകൾ പോലും പൂർണ്ണമായ നിലയിൽ അറിയുമായിരുന്നില്ല. ആളുകളുടെ ഇസ്ലാമിനെയും ഇസ്ലാം മത സ്ഥാപകർക്കെതിരിലും ഉണ്ടായിരുന്ന എതിർപ്പിനെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഒറ്റക്ക് വന്ന് ഇബാദത്ത് ചെയ്യുവാനും അവന്റെ സഹായമർത്ഥിക്കുവാനും അടയാളം ചോദിക്കുന്നതിനു വേണ്ടി 40 ദിവസം ആളുകളിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. 40 ദിവസത്തെ ദുആക്ക് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് ഒരടയാളം നൽകുകയുണ്ടായി. ആ അടയാളം ഇതായിരുന്നു, ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും എന്ന് മാത്രമല്ല, നിന്റെ പേര് ഭൂമിയുടെ കോകളോളം എത്തിക്കും എന്ന് മാത്രമല്ല, മറിച്ച് ഈ വാഗ്ദാനം കൂടുതൽ പ്രതാപത്തോടുകൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്കൊരു മകനെ നൽകുന്നതാണ്. ആ മകന് ചില പ്രത്യേകമായ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹം ഇസ്ലാമിനെ ഭൂമിയുടെ കോണുകളോളം പ്രചരിപ്പിക്കും. ദൈവിക വചനത്തിന്റെ ആത്മീയ ജ്ഞാനം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അടയാളമായിരിക്കും. ആത്മീയവും ഭൗതികമായ ജ്ഞാനം അത് ഇസ്ലാമിക പ്രചാരണത്തിന് അനിവാര്യമാണ്, അവന് നൽകപ്പെടുന്നതായിരിക്കും. അവന് അള്ളാഹു ദീർഘായുസ് നൽകുന്നതാണ്. ഇതുവരെ എന്നാൽ ലോകത്തിന്റെ കോണുകളോളം പ്രസിദ്ധിയാർജിക്കുന്നതാണ്. ഇന്ന് ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങളിലാണോ അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമായിട്ടുള്ളത്, ഈ പ്രവചനത്തിന്റെ പ്രസിദ്ധിയും ഈ മകന്റെ പ്രസിദ്ധിയും ഉണ്ട്. ഈ വിളംബരം പ്രസിദ്ധീകരിച്ചപ്പോൾ എതിരാളികൾ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങി, ഇതെന്തൊരു പ്രവചനമാണ്, ആർക്കും ഇങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതാണ്, എന്റെ വീട്ടിൽ ആൺകുട്ടി ജനിക്കും. ഇതിനു മറുപടിയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുണ്ട്. അതിനെ പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഈ പ്രവചനം, ഈ വിളംബരം പ്രസിദ്ധീകരിച്ചപ്പോൾ ശത്രുക്കൾ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങി.
അപ്പോൾ മാർച്ച് 22, 1886 അവിടുന്ന് മറ്റൊരു വിളംബരം പ്രസിദ്ധീകരിച്ചു. ശത്രുക്കൾ ആക്ഷേപം ഉന്നയിച്ചത് ഇതായിരുന്നു: ഇത്തരത്തിലുള്ള പ്രവചനത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? എന്റെ വീട്ടിൽ ആൺകുട്ടി ജനിക്കും. ആളുകളുടെ വീടുകളിൽ ആൺകുട്ടികൾ ജനിക്കാറില്ലേ? വളരെ അപൂർവമായിട്ടാണ് അത്തരം ആളുകൾ ഉള്ളത്. അവരുടെ വീട്ടിൽ ആൺകുട്ടികൾ ഇല്ലാത്തതായി. അതല്ലെങ്കിൽ ആരുടെ വീട്ടിലാണ് പെൺകുട്ടികൾ മാത്രമുള്ളത്? അതല്ലെങ്കിൽ പൊതുവിൽ ആളുകൾക്ക് ഇടയിൽ ആൺകുട്ടികൾ ജനിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. അവരുടെ ജനനത്തെ ആരും തന്നെ പ്രത്യേകമായ ഒരു അടയാളമായി പറയാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും ഏതെങ്കിലും ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയാണ് തെളിയുക: ലോകത്ത് ഇത് മുഖേന അള്ളാഹുവിന്റെ പ്രത്യേകമായ അടയാളം വെളിപ്പെട്ടു എന്ന്. അവിടുന്ന് ആളുകളുടെ ഈ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് 22 മാർച്ചിലെ വിളംബരത്തിൽ പറയുകയുണ്ടായി: ഇത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, മറിച്ച് ഇത് അതിമഹത്തായ ഒരു അടയാളമാണ്. ഇതിനെ സർവശക്തനായ അള്ളാഹു നമ്മുടെ നബി കരീം റഊഫുർ റഹീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യവും മഹത്വവും ലോകത്ത് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. പിന്നീട് ഇതേ വിളംബരത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുകയുണ്ടായി: അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, അവന്റെ ഔദാര്യത്താൽ, അതുപോലെ തന്നെ ഹസ്രത്ത് ഖാത്തമുൽ അംബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ടും സർവശക്തനായ അള്ളാഹു ഈ വിനീതന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അനുഗ്രഹീതമായ ആത്മാവിനെ നിയോഗിച്ചയക്കുന്നതിനെ കുറിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യക്ഷവും പരോക്ഷവുമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഭൂമിയിൽ മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു: കാര്യം ഇതാണ്, അഥവാ അവിടുന്ന് തന്റെ വീട്ടിൽ കേവലം ഒരു ആൺകുട്ടി ജനിക്കുന്നതിനെ കുറിച്ച് മാത്രം വാർത്ത നൽകുകയാണെങ്കിലും ഈ വാർത്തയും അതിന്റെ അസ്തിത്വത്തിൽ ഒരു പ്രവചനമായിരുന്നു. കാരണം ലോകത്തിൽ വളരെ ന്യൂനപക്ഷമാണെങ്കിലും ഒരു വിഭാഗം അങ്ങനെയുണ്ട്, അവരുടെ വീട്ടിൽ മക്കൾ തന്നെയില്ല. പിന്നീട് അവിടുന്ന് ഈ കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അങ്ങയുടെ പ്രായം 50 വയസ്സിൽ കൂടുതലായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തെ പ്രകാരം കാണാൻ സാധിക്കും. അവിടെ 50 വയസ്സിന് ശേഷം മക്കൾ ജനിക്കുന്നത് ഇല്ലാതായിത്തീരുന്നു. പിന്നീട് അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്. അവിടെ അവരുടെ വീടുകളിൽ കേവലം പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പിന്നെ അത്തരക്കാരുമുണ്ട്, അവരുടെ വീടുകളിൽ ആൺകുട്ടികൾ ജനിക്കാറുണ്ട്. എന്നാൽ ജനിച്ച് കുറച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടികൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ എല്ലാ സംശയങ്ങളും അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നാമതായി ഒരാൺകുട്ടി ജനിക്കുമെന്നുള്ള വാർത്ത നൽകുക എന്നത് ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വാദത്തിന് ഈ കാര്യത്തെ സമ്മതിച്ചുകൊണ്ട് പറയുന്നു: അഥവാ ഈ കാര്യം അംഗീകരിച്ചാൽ ഞാനൊരു കേവലം ഒരു ആൺകുട്ടി ജനിക്കും എന്ന് പറയുന്നത് പ്രവചനം എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ചോദ്യം ഇതാണ്: ഞാനൊരു ആൺകുട്ടി ജനിക്കും എന്ന് എപ്പോൾ ആണ് പറഞ്ഞത്? മറിച്ച് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, എന്റെ വീട്ടിൽ ഒരു ആൺകുട്ടി ജനിക്കും എന്നല്ല പറഞ്ഞത്. മറിച്ച് ഞാൻ പറഞ്ഞത് ഇതാണ്: അള്ളാഹു എന്റെ ദുആകളെ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ആത്മാവിനെ അയക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ പറയുകയുണ്ടായി, ഇന്ന് ലോകം സാക്ഷിയാണ്. ഈ വാഗ്ദത്ത പുത്രൻ ലോകത്തിന്റെ കോണുകളോളം പ്രസിദ്ധിയാർജിക്കുകയുണ്ടായി. ഇന്ത്യക്ക് പുറത്ത്, കാദിയാന് പുറത്തുള്ള ലോകത്തിലെ ഓരോ മിഷനും അങ്ങയുടെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാണ്. ലോകത്തിലെ ഒരുപാട് മിഷനുകൾ മുസ്ലിം മൗഊദിന്റെ കാലഘട്ടത്തിലാണ് സ്ഥാപിതമായിപ്പെട്ടത്. ഇന്നും അതേ സംവിധാനത്തിന്റെ കണ്ണിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് ഈ ഒരു ആക്ഷേപവും ഉണ്ടായിരുന്നു: ഹദ്റത്ത് മുസ്ലിം മൗഊദ് പിന്നീട് ഒരു കാലത്തിന് ശേഷമാണ് ജനിക്കുക. 200 വർഷത്തിന് ശേഷം, 300 വർഷത്തിന് ശേഷം, 400 വർഷത്തിന് ശേഷം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അടയാളം ചോദിച്ചത്? എന്തുകൊണ്ട് അങ്ങയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ അടയാളം പൂർത്തിയാകേണ്ടിയിരുന്നു? ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ചില ആളുകൾ പറയുന്നു മുസ്ലിം മൗഊദ് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാവിയിലെ ഏതെങ്കിലും തലമുറയിൽ നിന്ന് 300-400 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വരിക. ഇവിടെയും തലമുറയെ കുറിച്ചാണ് പറയുന്നത്. ഭാവി തലമുറയിൽ നിന്ന് 300-400 വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇതിൽ ഒരാളും തന്നെ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ല. അവർ പ്രവചനത്തിലെ വാക്കുകളെ നോക്കട്ടെ, അതിൽ ചിന്തിക്കട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നു:
ഇപ്പോൾ ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. ഇസ്ലാമിന് അടയാളം കാണിക്കാനുള്ള ശക്തിയൊന്നുമില്ല. പണ്ഡിറ്റ് ലേഖറാം ആരോപണം ഉന്നയിക്കുന്നു, അഥവാ ഇസ്ലാം സത്യമാണ് എങ്കിൽ അടയാളം കാണിക്കട്ടെ. ഇന്ദ്രമൻ ആരോപണം ഉന്നയിച്ചിരുന്നു, അഥവാ ഇസ്ലാം സത്യമാണ് എങ്കിൽ അടയാളം കാണിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ സമക്ഷം കുനിയുന്നു, എന്നിട്ട് പറയുന്നു, അള്ളാഹുവെ, നീ അത്തരത്തിലുള്ള അടയാളം കാണിച്ചു തന്നാലും അത് ഈ അടയാളം ചോദിക്കുന്നവരെ ഇസ്ലാമിനെ അംഗീകരിപ്പിക്കുന്നതായി ഇരിക്കണം. നീ അത്തരത്തിലുള്ള അടയാളം കാണിച്ചു തന്നാലും അത് ഇന്ദ്രമൻ മുറാദാബാദിക്കും മുതലായവരെ ഇസ്ലാമിനെ അംഗീകരിപ്പിക്കുന്നതാകണം. ഈ ആരോപണം ഉന്നയിക്കുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നത്, അവിടുന്ന് പറയുന്നു, ഈ ആരോപണം ഉന്നയിക്കുന്നവർ നമ്മോട് പറയുന്നത്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സമക്ഷം ഈ ദുആ ചെയ്തപ്പോൾ അള്ളാഹു അങ്ങേക്ക് ഈ ഒരു വാർത്ത നൽകി, ഇന്നേക്ക് 300 വർഷങ്ങൾക്ക് ശേഷം നിനക്കൊരു മകനെ നൽകുന്നതാണ്. അത് ഇസ്ലാമിന്റെ സത്യതയ്ക്കുള്ള അടയാളമായിരിക്കും. ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ ഈ കാര്യത്തെ ബുദ്ധിപരമായി കാണുന്നവരായി? ഉണ്ടാകുമോ? അങ്ങേറ്റം ബുദ്ധിരഹിതമായ കാര്യമാണിത്. ഇത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഏതുപോലെ ഒരു വ്യക്തി കഠിനമായി ദാഹിക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാതിൽക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, സഹോദര, എനിക്ക് കഠിനമായ ദാഹമുണ്ട്, ദൈവത്തെ ഓർത്ത് എനിക്കല്പം വെള്ളം നൽകിയാലും. അതിന് മറുപടിയായി ആ വീട്ടുകാരൻ പറയുകയാണ്, സഹോദര, താങ്കൾ പരിഭ്രമിക്കേണ്ടതില്ല, ഞാൻ അമേരിക്കയിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ വർഷത്തിന്റെ അവസാനം വരേക്കും ഒരു നല്ല എസൻസ് വരുന്നതാണ്, ഷർബത്ത് വരുന്നതാണ്. അടുത്ത വർഷം താങ്കൾക്ക് ഷർബത്ത് നൽകി ഞാൻ കുടിപ്പിക്കുന്നതായിരിക്കും. ഒരു വലിയ ഭ്രാന്തനായ വ്യക്തി പോലും ഇത്തരത്തിലുള്ള കാര്യം പറയുകയില്ല. ഒരു വലിയ ഭ്രാന്തനായ വ്യക്തി പോലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ ഇത്തരത്തിലുള്ള കാര്യം കൂട്ടിച്ചേർത്ത് പറയുകയില്ല. പണ്ഡിറ്റ് ലേഖറാം, മുൻഷി ഇന്ദ്രമൻ മുറാദാബാദി, അതുപോലെ തന്നെ കാദിയാനിലെ ഹിന്ദുക്കൾ ഇതാണ് പറഞ്ഞിരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഈ വാദം, ഇസ്ലാമിന്റെ ദൈവം ലോകത്തിൽ അടയാളം കാണിക്കാൻ കഴിവുള്ളവനാണ് എന്ന വാദം ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ കളവായ വാദമാണ്. അഥവാ ഈ വാദത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരിക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കുനിയുന്നു, എന്നിട്ട് പറയുന്നു, അള്ളാഹുവെ, ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു, നീ എനിക്ക് കാരുണ്യത്തിന്റെ ഒരു അടയാളം കാണിച്ചു തരിക, നീ എനിക്ക് സാമീപ്യത്തിന്റെയും ശക്തിപ്രഭാവത്തിന്റെയും അടയാളം കാണിച്ചു തരിക. ഈ അടയാളം അത്രമാത്രം അടുത്ത കാലത്ത് വെളിപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ അവർ ജീവനോടെ ഉണ്ടായിരിക്കണം. ആരാണോ ഈ അടയാളം ചോദിച്ചത്, അതുകൊണ്ട് തന്നെ അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. 1889 എന്റെ ജനം അള്ളാഹുവിന്റെ പ്രവചനം അനുസരിച്ച് നടന്നപ്പോൾ അപ്പോൾ അവർ ജീവനോടുകൂടി ഉണ്ടായിരുന്നു. ആരാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടയാളം ചോദിച്ചത്. പിന്നീട് ഞാൻ വളരുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ അടയാളങ്ങൾ കൂടുതലായി വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ അടയാളം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ആരാണോ ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നത് അവരുടെ ജീവിതത്തിലും വെളിപ്പെടുകയുണ്ടായി. ഇതും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നാം ഈ കാര്യം അറിഞ്ഞിരിക്കണം, ഈ പ്രവചനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണം നിർബന്ധമായിരുന്നു എന്നത്. കുറച്ചു കാര്യം ഞാൻ ചുരുങ്ങിയ നിലയിൽ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് അങ്ങയുടെ മകൻ അങ്ങയുടെ ശാരീരികവും രക്തത്തിൽ നിന്നുള്ള മകനിൽ നിന്ന് അങ്ങയുടെ ശാരീരികമായ നിലയിലുള്ള പുത്രനിൽ ഈ അടയാളം പൂർത്തിയാകേണ്ടത് നിർബന്ധമായിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ഒരു സ്ഥലത്ത് ഏതായിരുന്നാലും ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഫെബ്രുവരി 20, 1886 വിളംബരത്തെ കുറിച്ച് പറയുന്നു, അള്ളാഹു എന്നെ ഈ കാര്യം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ നടത്തിയ ഈ പ്രവചനത്തിന് അനേകം ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇതാണ്: ആരാണോ ജീവിതം ആഗ്രഹിക്കുന്നത് അവർ മരണത്തിൽ നിന്ന് മോചനം നേടണം. ഖബറിൽ അടച്ചുപൂട്ടപ്പെട്ടവർ പുറത്തു വരണം. അതായത് ആത്മീയമായ നിലയിൽ മരിച്ചവർ അവർ ജീവനുള്ളവരായിത്തീരണം. അഥവാ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഈ പ്രവചനം 400 വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയാകേണ്ടത് എങ്കിൽ അവിടുന്ന് കൂടുതൽ വിശദീകരണം നൽകുക. അതിന്റെ അർത്ഥം ഇതായിരിക്കും: ഞാൻ ഈ പ്രവചനം നടത്താനുള്ള കാരണം, ഇന്ന് ആരാണോ ജീവിതം ആഗ്രഹിക്കുന്നത് അവർ മരിച്ചുകൊള്ളട്ടെ, 400 വർഷങ്ങൾക്ക് ശേഷം അവർ ജീവിപ്പിക്കപ്പെടുന്നതാണ്. ഈ വാചകം വ്യക്തമായും നിരർത്ഥകവും തെറ്റും ആണ്. അവിടുന്ന് പറയുന്നു, ധ്യാനം ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു. ആരാണോ ദീനുൽ ഇസ്ലാമിനെ നിഷേധിക്കുന്നത് അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ
ജീവനുള്ള ഒരടയാളം വെളിപ്പെടണം. ആരാണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറാമത്ത് നിഷേധിക്കുന്നത് അവർക്ക് വ്യക്തവും നവീനവുമായ ഒരടയാളം ലഭിക്കണം. ഇപ്പോഴും അള്ളാഹു ഇസ്ലാമിനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്തുണച്ചുകൊണ്ട് അടയാളങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ പ്രവചനത്തിന്റെ ഇൽഹാമിലെ വാക്കുകൾ ഇതിന്റെ ഉദ്ദേശത്തിലേക്ക് വെളിച്ചം വീഴ്ത്തുന്നു. അതിപ്രകാരമാണ് അള്ളാഹു പറയുന്നു, ആരാണോ ജീവിതം ആഗ്രഹിക്കുന്നത് അവർ മരണത്തിന്റെ പിടിയിൽ നിന്ന് മോചനം നേടട്ടെ. ആരാണോ ഖബറിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നത് അവർ പുറത്തു വരട്ടെ. ഇനി അഥവാ ആളുകളുടെ വീക്ഷണത്തെ ശരിയായി മനസ്സിലാക്കുകയാണ് എങ്കിൽ, അതായത് ആരാണോ ഇങ്ങനെ പറയും മുസ്ലിം 300-400 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വരിക, ഈ വാചകത്തെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. ഈ പ്രവചനം നടത്തിയതിനുള്ള കാരണം ഇതുകൊണ്ടാണ്. അതായത് ആരാണോ ഈ കാലഘട്ടത്തിൽ ജീവിതം ആഗ്രഹിക്കുന്നത് അവർ മരിച്ചുകൊള്ളട്ടെ. 400 വർഷങ്ങൾക്ക് ശേഷം അവരുടെ തലമുറകളിൽ നിന്ന് ചിലരെ ജീവിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ വാചകത്തെ ഏതെങ്കിലും ഒരാൾക്ക് ശരിയായി ഗണിക്കാൻ സാധിക്കുമോ? രണ്ടാമത്തെ കാര്യം, ഈ പ്രവചനം നടത്താനുള്ള കാരണം ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം വെളിപ്പെടണം. അള്ളാഹുവിന്റെ കലാമിന്റെ സ്ഥാനം ആളുകളിൽ വെളിപ്പെടണം. ഈ വാചകത്തിന്റെ അർത്ഥം വ്യക്തമായ നിലയിൽ ഇതാണ്: ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം ഇപ്പോൾ ആളുകൾക്കുമേൽ വെളിപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമിന്റെ സ്ഥാനം ആളുകളിൽ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതാണ് പറയപ്പെടുന്നത്, അള്ളാഹു ഈ പ്രവചനം നടത്തിയത് ഈ കാരണം കൊണ്ടാണ്. ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം, അള്ളാഹുവിന്റെ കലാമിന്റെ സ്ഥാനം ഇന്നേക്ക് 300 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 400 വർഷങ്ങൾക്ക് ശേഷം ഈ ആളുകളെല്ലാവരും മരിക്കുകയും അവരുടെ മക്കൾ മരിച്ചു പോവുകയും അവരുടെ മക്കളും മരിച്ചു പോകുമ്പോൾ ആളുകളിൽ വെളിപ്പെടുന്നതായിരിക്കും. അപ്പോൾ പണ്ഡിറ്റ് ലേക്രാം ഉണ്ടായിരിക്കുകയില്ല, മുൻഷി ഇന്ദ്രമൻ മുറാദാബാദിയും ഉണ്ടായിരിക്കുകയില്ല, അവരുടെ മക്കളും ഉണ്ടാവുകയില്ല, അവരുടെ മക്കളുടെ മക്കളും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇസ്ലാമിന്റെ മഹത്വവും അള്ളാഹുവിന്റെ കലാമിന്റെ സ്ഥാനവും ആളുകളിൽ വെളിപ്പെടുന്നതായിരിക്കും. പറയുക, ഏതെങ്കിലും ഒരു വ്യക്തി ഈ അർത്ഥത്തെ ശരിയായി ഗണിക്കുമോ? ബുദ്ധിയുണ്ടോ? മൂന്നാമത്തെ കാര്യം അവിടുന്ന് പറയുകയുണ്ടായി, ഈ പ്രവചനം നടത്താനുള്ള കാരണം സത്യം അതിന്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടി വരണം, വ്യാജം അതിന്റെ എല്ലാവിധ ദുശഗുണം കൊണ്ടും ഓടിപ്പോവുകയും ചെയ്യണം. ഇതിന്റെ അർത്ഥം വ്യക്തമാണ്. സത്യം ഇപ്പോൾ ബലഹീനമാണ്, വ്യാജത്തിനാണ് വിജയം. അള്ളാഹു ഇച്ഛിക്കുന്നത് ഇതാണ്. അത്തരത്തിലുള്ള ഒരു അടയാളം വെളിപ്പെടണം. ബുദ്ധിപരവും വൈജ്ഞാനികവുമായ നിലയിൽ ഇസ്ലാമിന്റെ ശത്രുക്കുമേൽ തെളിവുകൾ പൂർത്തീകരിക്കപ്പെടണം. അവർ ഈ കാര്യം അംഗീകരിക്കാൻ നിർബന്ധിതരായി തീരണം. ഇസ്ലാം സത്യമാണ്. ഇതിനെതിരിൽ ഏതെല്ലാം മതങ്ങൾ നിലകൊള്ളുന്നുണ്ടോ അതെല്ലാം തന്നെ വ്യാജമാണ്. നാലാമത്തെ ഉദ്ദേശം ഈ പ്രവചനത്തിന്റേതായി വിവരിക്കപ്പെട്ടിരിക്കുന്ന ഇതാണ്: ആളുകൾ മനസ്സിലാക്കണം, ഞാൻ സർവശക്തനാണ് എന്ന്. എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ചെയ്യുന്നവനാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകൾ ഈ രൂപത്തിൽ അള്ളാഹുവിനെ എങ്ങനെയാണ് സർവശക്തനാണെന്ന് മനസ്സിലാക്കുക. അഥവാ ഇപ്രകാരമാണ് പറയുന്നത് എങ്കിൽ 300-400 വർഷങ്ങൾക്ക് ശേഷം അത്തരത്തിലുള്ള ഒരു അടയാളം വെളിപ്പെടുന്നതാണ്. അത് മുഖേന നിങ്ങൾ ഈ കാര്യം അംഗീകരിക്കാൻ നിർബന്ധിതരായിത്തീരും, ഇസ്ലാമിന്റെ ദൈവം സർവശക്തനാണ് എന്ന്. അത്തരത്തിലുള്ള പ്രവചനത്തിന് ലേക്രാം എന്ത് പ്രാധാന്യം നൽകാനാണ്? അല്ലെങ്കിൽ അവർ ആരാണോ അമ്മ ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളെ വ്യാജമായി പറഞ്ഞിരുന്നത്, ഇസ്ലാമിനെ മൃതമായൊരു മതമായി പറഞ്ഞിരുന്നത്, അവരിൽ എന്ത് തെളിവുകൾ പൂർത്തീകരിക്കപ്പെടാനാണ്? നിങ്ങൾ 400 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിനെ സർവശക്തനായി മനസ്സിലാക്കുന്നതാണ്. 400 വർഷങ്ങൾക്ക് ശേഷം പൂർത്തിയാകാൻ പോകുന്ന പ്രവചനങ്ങളിലൂടെ അവരെങ്ങനെയാണ് അള്ളാഹു സർവശക്തനാണെന്ന് മനസ്സിലാക്കുക? അവർ ഇതായിരിക്കും പറയുക: ഞങ്ങൾ ഈ നാവ് കൊണ്ടുള്ള വാദത്തെ അംഗീകരിക്കുകയില്ല. 400 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സംഭവിക്കും എന്ന കാര്യത്തിൽ ഇത് ഏതൊരാൾക്കും പറയാൻ സാധിക്കും. കാര്യം അപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിൽ അടയാളം കാണിക്കുക, എന്നിട്ട് ഇസ്ലാമിന്റെ ദൈവം സർവശക്തനാണെന്ന് തെളിയിച്ചു കാണിക്കുക. അതുകൊണ്ട് തന്നെ ഈ അടയാളം അങ്ങയുടെ ജീവിതത്തിൽ തന്നെ പൂർത്തിയാകണമായിരുന്നു. അഞ്ചാമത്തെ ഉദ്ദേശം ഇതാണ് വിവരിച്ചത്: അവർ ദൃഢമായി വിശ്വസിക്കണം, ഞാൻ നിന്നോടൊപ്പമാണ് എന്ന്. അതായത് അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോടൊപ്പമാണ്. അഥവാ ഈ പ്രവചനം 400 വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയാകേണ്ടത് എങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ സാധിക്കുക? അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ട് എന്ന്. ആറാമത്തെ ലക്ഷ്യം ഇതാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്: ആരാണോ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വിശ്വസിക്കാത്തത്, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ ഗ്രന്ഥത്തെയും അവന്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും കള്ളവാദിയുടെ ദൃഷ്ടിയോടുകൂടി നോക്കുകയും ചെയ്യുന്നത്, അവർക്ക് ഒരു വ്യക്തമായ അടയാളം ലഭിക്കണം. ഇതിന്റെ അർത്ഥവും ഇതാണ്:
അവർ ആരാണോ എന്റെ കാലത്ത് ഇസ്ലാമിനെ കളവാക്കി തള്ളുന്നത്, അതായത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അവരുടെ മുമ്പിൽ ഞാൻ ഈ ഒരു പ്രവചനം സമർപ്പിക്കുന്നു. അവർക്ക് ഇസ്ലാമിന്റെ സത്യതയ്ക്കായി ഒരു വ്യക്തമായ അടയാളം ലഭിക്കണം. എന്നാൽ അത് ലഭിക്കുക 400 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഈ കാലഘട്ടത്തിൽ ആളുകൾക്കോ അവരുടെ മക്കൾക്കോ അവരുടെ മക്കളുടെ മക്കളോ ആരും തന്നെ അപ്പോൾ ജീവിച്ചിരിക്കുകയില്ല. ഇതും ഒരു ബുദ്ധിയുള്ള കാര്യമല്ല. 7ാമത്തെ കാര്യം അവിടുന്ന് ഇതാണ് വിവരിച്ചത്: ഈ പ്രവചനം നടത്താനുള്ള കാരണം കുറ്റവാളികളുടെ മാർഗം വെളിപ്പെടുന്നതിനു വേണ്ടിയാണ്. അവർ കുറ്റവാളികളാണ് എന്ന കാര്യം വെളിപ്പെടുന്നതിനു വേണ്ടി. 400 വർഷങ്ങൾക്ക് ശേഷം വരുന്ന അസ്തിത്വത്തെ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക അവർ കളവാണ് പറഞ്ഞിരുന്നത് എന്ന്, അതായത് കുറ്റവാളികൾ. അതുകൊണ്ട് ഈ പ്രവചനം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്നുള്ളതായിരുന്നു. ഏതുപോലെ പ്രവചനത്തിലെ വാക്കുകൾ തന്നെയാണ് നിന്റെ ബീജത്തിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന്, നിന്റെ തലമുറകളിൽ നിന്നായിരിക്കും, പിന്നീടുള്ള തലമുറകളിൽ നിന്നായിരിക്കുകയില്ല. അങ്ങയുടെ മകനെ കുറിച്ചുള്ളതായിരുന്നു ഇത്. അത് വളരെ പ്രതാപത്തോടുകൂടി പൂർത്തിയാവുകയുണ്ടായി. 52 വർഷം വരെ ഹസ്രത്ത് മുസ്ലിം മൗഊദിന്റെ ഖിലാഫത്ത് ഒരു പ്രകാശിതമായി തിളങ്ങുന്ന അടയാളം കണക്കെ ലോകത്ത് വെളിപ്പെടുകയുണ്ടായി. അങ്ങയുടെ അറിവിന്റെയും ആത്മീയ ജ്ഞാനത്തിന്റെയും പ്രവർത്തനങ്ങൾ അതിനെ അന്യർ പോലും അംഗീകരിക്കാൻ നിർബന്ധിതരായി. അതിന്റെ വിശദീകരണം ജമാഅത്തിന്റെ സാഹിത്യങ്ങളിലുണ്ട്. അത് വിവരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സമയമെടുക്കും. ഹദ്റത്ത് ഖലീഫത്തുൽ സീസാനി ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, അതായത് ഞാൻ തന്നെയാണ് മുസ്ലിം മൗഊദ്, ആദ്യം അങ്ങയുടെ പേര് ഈ ആരോപണമായിരുന്നു, അവിടുന്ന് ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. 1944 അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ പറയുന്നു, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തന്നെയാണ് മുസ്ലിം മൗഊദ് എന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം. എന്നെ തന്നെയാണ് അള്ളാഹു ആ പ്രവചനത്തിന് കാരണമാക്കിയിരിക്കുന്നത്. അത് വരാനിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരാളെ കുറിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രവചനമാണ്. ആരാണോ വിചാരിക്കുന്നത് ഞാൻ കറ്റുകെട്ടി പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കളവും വ്യാജവും ചെയ്യുന്നുവെങ്കിൽ, അയാൾ വരികയും ഈ കാര്യത്തിൽ ഞാനുമായി മുബാഹല നടത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ടുകൊണ്ട് സത്യം ചെയ്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അയാളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ കളവാണ് പറയുന്നത് എന്ന്. പിന്നീട് അള്ളാഹു സ്വയം തന്റെ ആകാശീയമായ അടയാളങ്ങൾ കൊണ്ട് തീരുമാനമെടുക്കുന്നതായിരിക്കും ആരാണ് കള്ളവാദിയെന്നും ആരാണ് സത്യവാദിയെന്നും. ആരും തന്നെ ഇതിനെ നേരിടാനായി വന്നില്ല. ജമാഅത്തിന്റെ അകത്തുണ്ടായിരുന്ന അങ്ങയുടെ എതിരാളികൾ പോലും, അതായത് വിട്ടുനിന്ന ആളുകൾ പോലും. അവിടുന്ന് പറയുന്നു, അഥവാ അവർ പറയുന്നുണ്ട് സ്വപ്നം സത്യമാണ്. ഇതുപോലെ മിസ്രി സാഹിബ് പറഞ്ഞു, ചില മുർത്തദായ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവര് ലേഖനം എഴുതട്ടെ, ഞാൻ അവരുടെ ലേഖനത്തിന് മറുപടി നൽകുന്നതായിരിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവർ ഇതിൽ മത്സരത്തിന് വന്നാൽ അത്തരത്തിലുള്ള പരാജയം നേരിടേണ്ടി വരും. അവർ എപ്പോഴും ഓർത്തുവെക്കും. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യം കൊണ്ട് ആ പ്രവചനം അത് പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ദീർഘകാലമായി കാത്തിരിക്കുകയായിരുന്നു. അള്ളാഹു അതിനെക്കുറിച്ച് തന്റെ ഇൽഹാമിലൂടെ എന്നെ അറിയിച്ചിരിക്കുന്നു. ആ പ്രവചനം എന്റെ അസ്തിത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മേൽ അള്ളാഹു പരിപൂർണ തെളിവ് സ്ഥാപിച്ചിരിക്കുന്നു. അവരിൽ ഈ കാര്യം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം അള്ളാഹുവിന്റെ സത്യമതവും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യ റസൂലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സത്യാത്മാവുമാണ്. അവർ വ്യാജന്മാരാണ്. ആരാണോ ഇസ്ലാം കളവാണെന്ന് പറയുന്നത് അവർ കളവ് പറയുന്നവരാണ്. ആരാണോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാദി എന്ന് പറയുന്നത്, അള്ളാഹു ഈ മഹത്തായ പ്രവചനം മുഖേന ഇസ്ലാമിന്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യസാക്ഷ്യത്തിന് ഒരു ജീവനുള്ള തെളിവാളുകൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. പറയുന്നു, ആർക്കാണ് ഇതിന് ശക്തി ഉണ്ടായിരുന്നത്? അദ്ദേഹം 1886 ഇന്നേക്ക് കൃത്യം 58 വർഷം മുമ്പ് തന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വാർത്ത നൽകുക, അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ 9 വർഷത്തിനുള്ളിൽ ഒരു ആൺകുട്ടി ജനിക്കും. അവൻ വളരെ വേഗം വളരും. അവൻ ലോകത്തിന്റെ കോണുകളോളം പ്രസിദ്ധിയാർജിക്കും. അവൻ ഇസ്ലാമിന്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ലോകത്ത് പ്രചരിപ്പിക്കും. അവൻ ആന്തരികവും ബാഹ്യവുമായ ജ്ഞാനങ്ങൾ കൊണ്ട് നിറക്കപ്പെടും. അവൻ ദൈവിക പ്രഭാവത്തിന്റെ വെളിപ്പെടലിന് കാരണമായി തീരും. അള്ളാഹുവിന്റെ ശക്തി പ്രഭാവം അവന്റെ സാമീപ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ജീവനുള്ള അടയാളമായിരിക്കും. ഈ ഒരു വാർത്ത ഒരു മനുഷ്യനും തന്റെ ഭാഗത്ത് നിന്ന് നൽകാൻ സാധിക്കുകയില്ല. അള്ളാഹു ആണ് ഈ വാർത്ത നൽകിയത്. പിന്നീട് അതേ അള്ളാഹു തന്നെ ഈ വാർത്ത പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ഒരു മനുഷ്യൻ മുഖേന അവിടുന്ന് തന്നെ കുറിച്ച് പറയുന്നു. ആ ഒരു മനുഷ്യൻ മുഖേന അയാളെ കുറിച്ച് ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജീവിച്ചിരിക്കുമോ, ദീർഘായുസ് നേടുമോ എന്ന്. അതായത് മുസ്ലിം മൗഊദിന്റെ ആരംഭകാലത്തിലെ ആരോഗ്യത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഡോക്ടർമാർക്ക് പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ജീവനോടെ ഇരിക്കുമോ എന്നുപോലും. ഏതായിരുന്നാലും വീണ്ടും അവിടുന്ന് വിവരിക്കുന്നു,
തന്നെ കുറിച്ച് കൊണ്ട് തന്നെ പറയുകയാണ്, എന്റെ ആരോഗ്യം ചെറുപ്പം മുതൽ അത്രമാത്രം മോശമായിരുന്നു. ഒരവസരത്തിൽ ഡോക്ടർ മിർസ യാക്കൂബ് ബേഗ് സാഹിബ് എന്നെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന് സില്ലാണ്, ഏതെങ്കിലും ഒരു പർവ്വത പ്രദേശത്ത് ഇദ്ദേഹത്തെ പറഞ്ഞേക്കുക. അങ്ങനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ ഷിംലയിലേക്ക് അയച്ചു. എന്നാൽ അവിടെ പോയി ഞാൻ ഉദാസീനനായി. ഇത് കാരണം പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ തിരിച്ചു. ചുരുക്കത്തിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ആരുടെ ആരോഗ്യമാണോ ഒരു ദിവസം പോലും നല്ല പോലെ ആകാതിരുന്നത്, ആ മനുഷ്യനെ അള്ളാഹു ജീവനോടെ വെച്ചു. ജീവനോടെ വെക്കാനുള്ള കാരണം അദ്ദേഹം മുഖേന പ്രവചനങ്ങളെ പൂർത്തിയാക്കുന്നതിനു വേണ്ടി, ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും സത്യതയ്ക്കുള്ള തെളിവ് ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നതിനു വേണ്ടി. പിന്നീട് ആ വ്യക്തിക്ക് ബാഹ്യമായ അറിവിൽ യാതൊന്നും തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ മലക്കുകളെ എന്റെ വിദ്യാഭ്യാസത്തിനായി അയച്ചു. എനിക്ക് വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങളെ കുറിച്ച് അറിവ് നൽകി. അത് ഒരു മനുഷ്യന്റെ ചിന്തയിലും ഊഹത്തിൽ പോലും വരാത്ത കാര്യങ്ങളാണ്. എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അറിവ് എന്റെ നെഞ്ചിൽ നിർഗളിച്ചിരിക്കുന്ന ആത്മീയ ഉറവ, അത് ഭാവനാത്മകമോ ഊഹാധിഷ്ഠിതമോ അല്ല, മറിച്ച് അത്രമാത്രം ഖണ്ഡിതവും ഉറച്ചതുമാണ്. എനിക്ക് മുഴു ലോകത്തെയും വെല്ലുവിളിക്കാൻ സാധിക്കും. അഥവാ ലോകത്തിന്റെ തിരശീലയിൽ ഏതെങ്കിലും ഒരാൾ അങ്ങനെയുണ്ടെങ്കിൽ ആർക്കാണോ ഈ ഒരു വാദം ഉള്ളത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് ഖുർആൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ എപ്പോഴും അയാളെ നേരിടാൻ തയ്യാറാണ്. ആ കാലത്ത് അവിടുന്ന് നടത്തിയ ഒരു വെല്ലുവിളിയാണിത്. അവിടുന്ന് പറയുന്നു, എന്നാൽ എനിക്കറിയാം ഇന്ന് ലോകത്തിന്റെ തിരശീലയിൽ എന്നെ കൂടാതെ ഒരാളും തന്നെയില്ല. ആർക്കാണോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിശുദ്ധ ഖുർആന്റെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നത്, അള്ളാഹു എനിക്ക് വിശുദ്ധ ഖുർആന്റെ അറിവ് നൽകിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അവൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനായി എന്നെ ലോകത്തിന്റെ ഉസ്താദായി നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹു എന്നെ ഈ ഉദ്ദേശത്തിനായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആന്റെയും നാമം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നവനായി തീരും. ഇസ്ലാമിനെതിരിൽ ലോകത്തിലെ എല്ലാ വ്യാജ മതങ്ങളെയും പരാജയപ്പെടുത്തി കാണിക്കും, എല്ലായ്പ്പോഴും പരാജയപ്പെടുത്തും. ലോകം എത്ര തന്നെ ശക്തി ചെലുത്തിയാലും ശരി, അതിന്റെ എല്ലാ ശക്തിയും കഴിവും ഉപയോഗിച്ചാലും ശരി, ക്രിസ്തീയ രാജാക്കന്മാരും അവരുടെ ഭരണകൂടങ്ങളും ഒരുമിച്ചു കൂടിയാലും ശരി, യൂറോപ്പും അമേരിക്കയും ഒരുമിച്ചു കൂടിയാലും ശരി, ലോകത്തെ എല്ലാ ധനികരും ശക്തരായ സമൂഹങ്ങളും ഒരുമിച്ചു കൂടിയാലും ശരി, അവർ എന്നെ ഈ ലക്ഷ്യത്തിൽ പരാജയപ്പെടുത്താൻ ഒരുമിച്ചു കൂടിയാലും ഒത്തൊരുമിച്ചാലും ശരി, എന്നാലും ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അവർ എന്നെ നേരിടുന്നതിൽ പരാജയപ്പെടും. അള്ളാഹു എന്റെ ദുആയുടെയും എന്റെ ഉപായങ്ങളുടെയും മുന്നിൽ അവരുടെ എല്ലാ തന്ത്രങ്ങളെയും ആസൂത്രണങ്ങളെയും കുതന്ത്രങ്ങളെയും തച്ചുടക്കും. അള്ളാഹു ഞാൻ മുഖേന അല്ലെങ്കിൽ എന്റെ ശിഷ്യന്മാരിലൂടെ അനുയായികളിലൂടെ ഈ പ്രവചനത്തിന്റെ സത്യത തെളിയിക്കുന്നതിനായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമത്തിന്റെ ഫലമായി ഇസ്ലാമിന്റെ അഭിമാനം സ്ഥാപിക്കും. അതുവരെ ലോകത്തെ ഉപേക്ഷിക്കുകയില്ല. ഏതുവരെ ഇസ്ലാം വീണ്ടും അതിന്റെ പൂർണ്ണമായ പ്രൗഢിയോടുകൂടി ലോകത്ത് സ്ഥാപിതമാകുന്നില്ലയോ, ഏതുവരെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിലെ ജീവനുള്ള നബിയായി വീണ്ടും അംഗീകരിക്കുന്നില്ലയോ, ഇതൊരു നിസ്സാരമായ പ്രഖ്യാപനമായിരുന്നില്ല. ഇതുപോലെ ഞാൻ പറയുകയുണ്ടായി, അങ്ങയുടെ 52 വർഷത്തെ ഖിലാഫത്ത് കാലഘട്ടം, അതിലെ ഓരോ ദിവസവും ഈ ഒരു പ്രൗഢി വെളിപ്പെടുത്തുന്നതാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, എന്റെ സുഹൃത്തുക്കളെ, ഞാൻ എനിക്ക് സ്വയം ഏതെങ്കിലും ആദരവ് ആഗ്രഹിക്കുന്നില്ല. ഏതുവരെ അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി തരുന്നില്ലയോ കൂടുതൽ ആയുസ് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്ക് കൂടുതൽ ആയുസ് ലഭിക്കുമെന്നും പറയുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും ആദരവ് സ്ഥാപിക്കുന്നതിനായി, വീണ്ടും ഇസ്ലാമിനെ അതിന്റെ പാദങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും ക്രിസ്തു മതത്തെ തകർക്കുന്നതിനും എന്റെ കഴിഞ്ഞതോ തുടർന്നുണ്ടാകുന്നതോമായ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടായിരിക്കും. ഷെയ്ത്താന്റെ തല തകർക്കുന്ന ആ കാലുകൾ, ക്രിസ്തുമതത്തിന്റെ പര്യവസാനം കുറിക്കുന്ന കാലുകൾ, അതിൽ ഒരു കാല് എന്റെ കാൽ ആയിരിക്കും ഇൻഷാ അല്ലാഹു തആല. അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ ഈ സത്യം അങ്ങേറ്റം തുറന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ ശബ്ദം ആകാശഭൂമികളുടെ അള്ളാഹുവിന്റെ ശബ്ദമാണ്. ഈ ഉദ്ദേശം ആകാശഭൂമികളുടെ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. ഈ സത്യം ഒരിക്കലും ഇല്ലാതാവുകയില്ല, ഇല്ലാതാവുകയില്ല, ഇല്ലാതാവുകയില്ല. ഇസ്ലാം ലോകത്ത് വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ക്രിസ്തുമതം ലോകത്ത് പരാജയപ്പെടും. ക്രിസ്തുമതത്തെ എന്റെ ആക്രമണത്തിൽ നിന്ന് തടയപ്പെടുന്ന
ഒരാളും തന്നെയില്ല. അള്ളാഹു എന്റെ കരങ്ങൾ കൊണ്ട് അതിനെ ഈ വിധം പരാജയപ്പെടുത്തും. ഒന്നുകിൽ എന്റെ ജീവിതത്തിൽ അതിനെ ഈ വിധത്തിൽ തകർത്ത് തരിപ്പണമാക്കും. അതിന് തല ഉയർത്താൻ പോലും ശക്തി ഉണ്ടാവുകയില്ല. അതല്ല എങ്കിൽ ഞാൻ വിധിച്ച വിത്തുകൊണ്ട് ആ വൃക്ഷമുണ്ടാകും. അതിന്റെ മുമ്പിൽ ക്രിസ്തുമതം വരണ്ട കുറ്റിക്കാട് പോലെ ഉണങ്ങി വരണ്ട് കിടക്കും. ലോകത്ത് 4 ഭാഗത്തും ഇസ്ലാം അഹമ്മദിയത്തിന്റെ പതാക അങ്ങേറ്റം ഉയരത്തിൽ പാറിപ്പറക്കുന്നതായി കാണാൻ സാധിക്കും. വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ ഈ സന്തോഷ വാർത്ത നൽകുന്നു. അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രവചനത്തെ പൂർത്തിയാക്കി കാണിച്ചു. ഏതൊന്നാണോ മുസ്ലിം മൗദുമായി ബന്ധമുണ്ട പ്രവചനം, അവിടെ ഞാൻ നിങ്ങളെ ഈ ഉത്തരവാദിത്വത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്നും ഇതേ ഉത്തരവാദിത്വമാണ് നമ്മുടേത്. അതായത് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ. നിങ്ങൾ എന്റെ ഈ പ്രഖ്യാപനത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. അതായത് ആരാണോ ഞാൻ മുസ്ലിം മൗദാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്, നിങ്ങളുടെ പ്രഥമമായ ഉത്തരവാദിത്വം ഇതാണ്: തങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുക. നിങ്ങളുടെ രക്തത്തിന്റെ അവസാന തുള്ളി വരെ ഇസ്ലാം അഹമ്മദിയത്തിന്റെ വിജയത്തിനായി ഒഴുക്കാനായി തയ്യാറാവുക. നിശ്ചയമായും നിങ്ങൾക്ക് സന്തോഷിക്കാം. പ്രവചനം പ്രകടിപ്പിക്കുന്നതിൽ സന്തോഷിക്കാം. നിങ്ങൾക്ക് അള്ളാഹു ഈ പ്രവചനത്തെ പൂർത്തിയാക്കി കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നു. നിങ്ങൾ തീർച്ചയായും സന്തോഷിക്കണം. കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സന്തോഷിക്കുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ഈ പ്രവചനത്തിന് ശേഷം ഇതിനുശേഷം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ സന്തോഷം ആണ്, കാരണം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ഇതിനുശേഷം പ്രകാശം വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സന്തോഷിക്കുന്നതിൽ നിന്ന് തടയുന്നില്ല, ഞാൻ നിങ്ങളെ തുള്ളിച്ചാടുന്നതിൽ നിന്ന് തടയുന്നില്ല. നിങ്ങൾ നിശ്ചയമായി സന്തോഷിക്കുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. എന്നാൽ ഞാൻ പറയുന്നു, ഈ സന്തോഷത്തിലും ഈ തുള്ളിച്ചാട്ടലും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ വിസ്മരിച്ചു കളയരുത്. ഏതുപോലെ അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരികയുണ്ടായി. ഞാൻ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഭൂമി എന്റെ കാലുകളിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു ഇൽഹാമിൽ എന്നെക്കുറിച്ച് ഈ വാർത്ത നൽകിയിരിക്കുന്നു, ഞാൻ വളരെ വേഗം വളരുന്നതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ വേഗതയിൽ തന്റെ ചുവടുകൾ പുരോഗതിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് മുന്നേറണം. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങളിലും ഈ കടമയുണ്ട്, നിങ്ങളുടെ ചുവടുകളെ വേഗത്തിലാക്കുക. തങ്ങളുടെ അലസതയെ നിങ്ങൾ ഉപേക്ഷിക്കുക. എന്റെ ചുവടുകൾക്കൊപ്പം ചുവടുകൾ വെക്കുന്നവർ അനുഗ്രഹീതർ. വേഗതയിൽ പുരോഗതിയുടെ മൈതാനത്ത് കുതിക്കുന്നവർ അനുഗ്രഹീതർ. അള്ളാഹു ആ വ്യക്തിയിൽ കരുണ ചൊരിയട്ടെ. ആരാണോ അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും പ്രവർത്തിച്ച് തന്റെ ചുവടുകൾ വേഗത്തിൽ ആക്കാത്തത്, മൈതാനത്ത് മുന്നേറുന്നതിന് പകരം മുനാഫിക്കീങ്ങളെ പോലെ തന്റെ ചുവടുകൾ പിന്നിലാക്കുന്നത്. അവിടുന്ന് പറയുന്നു, അഥവാ നിങ്ങൾ പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അഥവാ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ, ചുവടോട് ചുവടും തോളോട് തോളും എന്നോടൊപ്പം മുന്നേറിക്കൊണ്ടിരിക്കുക. കാരണം നാം കുഫറിന്റെ കോട്ടയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതാക നാട്ടുന്നവരായി തീരുകയും ബാത്തിലിനെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നവരായി തീരുകയും ചെയ്യുന്നതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ സംഭവിക്കും. ഭൂമിയും ആകാശവും മാറിപ്പോകും, എന്നാൽ അള്ളാഹുവിന്റെ വാക്കുകൾ ഒരിക്കലും തന്നെ മാറിപ്പോവുകയില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. കേവലം മുസ്ലിം മൗദിന്റെ യോഗം സംഘടിപ്പിക്കുന്നവർ മാത്രമല്ല, ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നവരായി തീരട്ടെ. ഈ കാര്യങ്ങൾ മാത്രം സന്തോഷിക്കുന്നവരാകാതിരിക്കട്ടെ. നാം യോഗങ്ങൾ നടത്തുന്നു, യഥാർത്ഥത്തിൽ നാം ഈ മിഷനെ മുന്നോട്ട് നയിക്കുന്നവരായി മാറട്ടെ. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി തീരട്ടെ. ഏതൊന്നിനു വേണ്ടിയാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു അയച്ചത്, ഏതൊന്നിനു വേണ്ടിയാണോ അവിടുന്ന് അനേകം പ്രവചനങ്ങൾ നടത്തിയത്, ഹദ്റത്ത് മുസ്ലിം മൗഊദിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അതിലെ ഒരു പ്രവചനമാണ്. അങ്ങയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുങ്ങിയ നിലയിൽ കേവലം ഒരു കാര്യം മാത്രം ഇവിടെ ഞാൻ പറയാം. പ്രവചനത്തിലെ വാക്കുകളാണിത്. ആന്തരികവും ബാഹ്യവുമായ അറിവുകൾ കൊണ്ട് നിറക്കപ്പെടും. അതിന്റെ ഒരു തിളക്കം അങ്ങയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ, ലെക്ചറുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെ സമാഹാരം അൻവാർ ഉലൂം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് വാല്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉറുദു വായിക്കാൻ അറിയുന്നവർ വായിക്കേണ്ടതാണ്. ചില ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷ് തർജ്ജമ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരേക്കും അൻവാറുൽ ഉലൂമിന്റെ 26 വാല്യങ്ങൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഈ 26 വാല്യങ്ങളിൽ മൊത്തം 670 ഗ്രന്ഥങ്ങളും ലെക്ചറുകളും പ്രഭാഷണങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഖുത്ബാത്തെ മഹ്മൂദിന്റെ ഇതുവരേക്കും 39 വാല്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 1959 വരെയുള്ള ഖുത്ബകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വാല്യങ്ങളിൽ 2378 ഖുത്ബകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. തഫ്സീറെ സഗീർ 1071 പേജുകൾ ഉൾപ്പെടുന്നതാണ്. തഫ്സീറെ കബീറിന്റെ 10 വാല്യങ്ങളുണ്ട്. ഇതിൽ വിശുദ്ധ ഖുർആന്റെ 69 സൂറത്തുകളുടെ തഫ്സീറുകളുണ്ട്.
തഫ്സീറെ കബീറിന്റെ 10 വാല്യങ്ങളുടെ പേജുകളുടെ എണ്ണം 5907 ആണ്. പ്രസിദ്ധീകരിക്കാത്ത തഫ്സീറുകൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ദർസുൽ ഖുർആൻ എന്ന് അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് കമ്പോസ് ചെയ്തതിനു ശേഷം ഫസ്ലെ ഉമർ ഫൗണ്ടേഷനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ 3094 പേജുകൾ ഉണ്ട്. അതുകൂടാതെ റിസർച്ച് സെല്ലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹദ്റത്ത് മുസ്ലിം മൗഊദിന്റെ ലിഖിതങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും തഫ്സീറെ ഖുർആൻ സമാഹരിക്കുക. അതിൽ ജോലി ആരംഭിച്ചിരിക്കുന്നു. ഇതുവരേക്കും 90,000 പേജുകൾ ഉൾപ്പെടുന്ന തഫ്സീർ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു സംക്ഷിപ്തമായ അവലോകനം അങ്ങയുടെ പ്രവർത്തനങ്ങളുടെ. എന്നാൽ ഇതേ അവലോകനം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കാലത്ത് തന്റെ ഒരു ഖുത്ബയിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ ഉദ്ധരണി ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മുസ്ലിം മൗഊദിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന്തരികവും ബാഹ്യവുമായ അറിവ് കൊണ്ട് നിറക്കപ്പെടും. ഇതനുസരിച്ച് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുകയാണ്, ഞാൻ ഒരുപാട് വിശദീകരണങ്ങൾ സമാഹരിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ ഇപ്പോൾ അതിന്റെ ഒരു രൂപം മാത്രമേ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഏതൊന്നാണോ ഞാൻ ഈ ഉദ്ദേശത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് അതിതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹുസൂറിന്റെ വിസ്മയകരമായ ഒരു തഫ്സീറെ കബീറാണ്. അതിൽ മാത്രം വിസ്മയകരമായ ഒരു തഫ്സീറാണ്. ഏതെങ്കിലും ഒരാൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ശ്രദ്ധയോടുകൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം അംഗീകരിക്കാൻ നിർബന്ധിതനായിത്തീരും. അഥവാ ലോകത്ത് ഏതെങ്കിലും ദൈവികനായ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ ഈ ഭാഗം മാത്രം തഫ്സീർ നോട്ടുകളോടൊപ്പം പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങേറ്റം ആദരണീയമായ വ്യക്തിയായി മാറ്റാൻ മതിയായതായിരുന്നു. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങിയില്ല. വിശുദ്ധ ഖുർആനെ കുറിച്ചും അനേകം ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നത് ഹുസൂർ വിശുദ്ധ ഖുർആന്റെ തഫ്സീർ മാത്രം 8,000-9,000-ത്തിലധികം പേജുകൾ എഴുതിയിട്ടുണ്ട് എന്നതാണ്. തഫ്സീറെ കബീറിന്റെ 11 വാല്യങ്ങളും അതിൽ ഉൾപ്പെടും. കലാമിൽ ഹുസൂർ 10 ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ആത്മീയത, ഇസ്ലാമിക സ്വഭാവങ്ങൾ, ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് 21 ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് 13 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ചരിത്രത്തിൽ 4 ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഫിഖയിൽ 3 ഗ്രന്ഥങ്ങൾ. രാഷ്ട്രീയം, ഇന്ത്യ വിഭജനത്തിനു മുമ്പ്, രാഷ്ട്രീയം, പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം, ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. കശ്മീരിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് 15 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അഹമ്മദിയ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് 99 ഗ്രന്ഥങ്ങൾ എഴുതി. ഈ എല്ലാ ഗ്രന്ഥങ്ങളുടെയും മൊത്തം എണ്ണം 225 വരും. ഒരുപക്ഷെ അന്ന് ഹുസൂറിന് പൂർണ്ണമായ അറിവുകൾ നൽകില്ല. ഇപ്പോൾ അത് കൂടുതലായിട്ട് അറിവ് ലഭിക്കുന്നു. ഏതുപോലെ ഞാൻ വിവരിക്കുകയുണ്ടായി. വീണ്ടും അവിടുന്ന് പറയുന്നു, ഏതുപോലെ ഇൽഹാമിൽ പറയപ്പെട്ടിരുന്നു, ആത്മീയവും ഭൗതികവുമായ ജ്ഞാനങ്ങൾ കൊണ്ട് നിറക്കപ്പെടും. അതിൽ ഒന്ന് ദൃഷ്ടി പതിപ്പിക്കുക. അതിൽ നിങ്ങൾക്ക് ആത്മീയ ജ്ഞാനവും ഭൗതിക ജ്ഞാനവും കാണാൻ സാധിക്കുന്നതാണ്. എന്നുമല്ല, അവിടുന്ന് എപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതിയോ അപ്പോൾ എല്ലാവരും തന്നെ ഇത് പറയുകയുണ്ടായി, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും എഴുതാൻ സാധ്യമല്ല. രാഷ്ട്രീയത്തിൽ അവിടുന്ന് നേതൃത്വം ഏറ്റെടുത്തപ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് നേതൃത്വപരമായ അഭിപ്രായം പറഞ്ഞപ്പോൾ വലിയ വലിയ എതിരാളികൾ പോലും അങ്ങയുടെ ഉദാഹരിക്കാൻ സാധിക്കാത്ത കഴിവിനെ അംഗീകരിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ചുരുക്കത്തിൽ ഹുസൂറിന്റെ ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം കൊണ്ട് നിറക്കപ്പെടും എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തന്നെയുണ്ട്. അതിന്റെ 1000-ൽ 1 ഭാഗത്തേക്ക് പോലും എനിക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. ഒരു ഉപരിപ്ലവമായ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ 1000 കാരുണ്യവും അങ്ങയുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. എല്ലാ നിമിഷവും അങ്ങയുടെ സ്ഥാനം അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പുത്രനെ പോലെ ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെ വേദന തങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരായി തീരട്ടെ. ഇസ്ലാമിന്റെ സേവനത്തിനായി നാം എപ്പോഴും അരക്കെട്ടുറപ്പിക്കുന്നവരായി തീരട്ടെ. നാം അവരിൽ ഉൾപ്പെടുന്നവരായി തീരട്ടെ. ആരാണോ ദീനിന് സേവനം ചെയ്യുന്നവരായിട്ടുള്ളത്, അതല്ലാതെ അവരിൽ ഉൾപ്പെടുന്നവരാകാതിരിക്കട്ടെ. ആരെക്കുറിച്ചാണോ ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളുടെ കാലത്ത് ഈ പ്രസ്ഥാനത്തിന് ഒരു ദുഷ്പേരുണ്ടാകരുത്. അള്ളാഹു ഈ പ്രസ്ഥാനത്തിന് ദുഷ്പേരുണ്ടാക്കുന്നവരാക്കാതിരിക്കട്ടെ. കൂടുതൽ കൂടുതൽ മുന്നേറുന്നവരായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ നമസ്കരിപ്പിക്കും. ഗായിബ് ജനാസയാണ്. ഒന്ന് ബഹുമാനപ്പെട്ട മറിയം എലിസബത്ത് സാഹിബയുടേതാണ്. അവർ ബഹുമാനപ്പെട്ട മലിക് ഉമർ അലി ഖോക്കർ സാഹിബ്, റئീസ് മുൽത്താൻ, മുൻ അമീർ മുൽത്താന്റെ 2ാമത്തെ ഭാര്യയായിരുന്നു. 86ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഇവർ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരും ഇവരുടെ മകൾ ലിഫ്റ്റിലായിരുന്നു. അവിടെ വെച്ച് അപകടം ഉണ്ടായി.
ലിഫ്റ്റ് കേടായത് കാരണം മകൾക്കും അതിൽ പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ്. ഏതായിരുന്നാലും ഇവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഇവർ ജർമ്മൻ വനിതയായിരുന്നു. ഹാംബർഗിലാണ് താമസിച്ചിരുന്നത്. 1934 ഇവർ ജനിച്ചത്. 1952 ഇവർ ബൈഅത്ത് ചെയ്തു. മലിക് ഉമർ അലി ഖോക്കർ സാഹിബുമായി ഇവരുടെ വിവാഹം നടന്നു. പിന്നീട് ഇവർ പാകിസ്ഥാനിലേക്ക് താമസം മാറി. പിന്നീട് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ജർമ്മനിയിലേക്ക് വീണ്ടും വന്നു. വീണ്ടും പാകിസ്ഥാനിലേക്ക് തന്നെ പോയി. വസിയത്തിന്റെ അനുഗ്രഹീത വ്യവസ്ഥ ഇവർ ഉൾപ്പെട്ടിരുന്നു. നമസ്കാരവും നോമ്പും കൃത്യമായി അനുഷ്ഠിക്കുന്നവരായിരുന്നു. കൃത്യസമയത്ത് നമസ്കരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന്റെയും ഉദിക്കുന്നതിന്റെയും പ്രത്യേകമായി കണക്ക് വെച്ചിരുന്നു. സമയത്തിന്റെ കണക്ക്. വിശുദ്ധ ഖുർആൻ തിലാവത്ത് കൃത്യമായി ചെയ്യുമായിരുന്നു. നോമ്പും എടുക്കുമായിരുന്നു സ്ഥിരമായി. അവിടെ മക്കൾ ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പിതാവുമായി ഇവരുടെ വിവാഹം 1952 നടന്നത്. അന്നത്തെ ജർമ്മനിയിലെ മുറബി സിൽസില ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ് ബൈഅത്ത് ചെയ്യിപ്പിച്ച് നിക്കാഹ് നടത്തി. വിവാഹത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് വന്നു. കുട്ടികൾ പറയുന്നു, ഞങ്ങളുടെ മാതാവ് ആദ്യത്തെ ഭാര്യ മലിക് ഉമർ അലി സാഹിബിന്റേത് സയ്യിദ ബേഗം സാഹിബ. അവർ ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിന്റെ മകളായിരുന്നു. അവരുടെ കൂടെ ഇവർ ജീവിക്കാൻ തുടങ്ങി. മലിക് സാഹിബിന്റെ ആദ്യ ഭാര്യ സയ്യദ ബേഗം സാഹിബ, അവരെ വളരെയധികം ഇവർ ആദരിക്കുമായിരുന്നു. പാകിസ്ഥാനിൽ വന്നിവർ നമസ്കാരവും വിശുദ്ധ ഖുർആനും പഠിച്ചു. അതിനായി ഇവർക്ക് പഠിപ്പിക്കുന്ന ഒരാളെ നിയമിച്ചു. ഏറ്റവും ആദ്യം അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്ലാം മത തത്വജ്ഞാനം എന്ന ഗ്രന്ഥം ആണ് വായിച്ചത്. പാകിസ്ഥാനിൽ താമസിക്കാൻ ഇവർക്ക് ഉറുദും സറായിക്കി ഭാഷയും കുറച്ച് അറിയാമായിരുന്നു, സംസാരിക്കുമായിരുന്നു, നല്ലപോലെ മനസ്സിലാക്കുമായിരുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഒരാൺകുട്ടി ഒരു മകനും. ഇവരുടെ വിവാഹത്തിന്റെ തീരുമാനമെടുക്കേണ്ട സമയം വന്നപ്പോൾ മലിക് സാഹിബിന്റെ ആദ്യ ഭാര്യ സയ്യദ ബേഗം സാഹിബയുടെ തീരുമാനത്തിന് വിട്ടു നൽകേണ്ടായി. താങ്കൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ഇവരുടെ വിവാഹം നടത്തുക, ഏതാണോ നല്ല ബന്ധം അത് നടത്തുക. ഇവരുടെ ഒരു മകനുണ്ട് താരിഖ് അലി, മകളുണ്ട് താഹിറ. അള്ളാഹു മർഹൂമായോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. രണ്ടാമത്തെ ജനാസ അസീസം ജാഹിദ് ഫാരിസിന്റേതാണ്. അദ്ദേഹം 12ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കുട്ടി താരിഖ് നൂരിയുടെയും അത്തിയത്തുൽ നൂർ ഖദീജയുടെയും മകനായിരുന്നു. അസീസം ജാഹിദ് മാതാമഹൻ ഫാറൂഖ് അഹമ്മദ് ഖാൻ, അത് ഹസ്രത്ത് നവാബ് തൽഖീം ബേഗം സാഹിബയുടെ പൗത്രനാണ്, ഏറ്റവും മൂത്ത പൗത്രൻ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ കൂട്ടുകാർ, ഈ കുട്ടിയിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കുട്ടിയായിരുന്നു. വളരെയധികം പക്വതയുള്ള, ഖിലാഫത്തുമായി അങ്ങേറ്റത്തെ സ്നേഹബന്ധമുള്ള. എനിക്ക് സ്ഥിരമായി കുട്ടി കത്തെഴുതുമായിരുന്നു. പരീക്ഷയിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും എനിക്ക് കത്തെഴുതുമായിരുന്നു. താൻ അഹമ്മദിയാണ് എന്നതിൽ അഭിമാനിക്കുമായിരുന്നു. പാകിസ്ഥാനിൽ അഹമ്മദിയാവുക, അത് സ്കൂളിൽ പറയുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഖുത്ബകൾ വളരെ സ്ഥിരമായി കേൾക്കുമായിരുന്നു. വഖഫേനോ ആയിരുന്നു. ക്ലാസുകളിലും പങ്കെടുക്കുമായിരുന്നു. തന്റെ പ്രായമനുസരിച്ച് വഖഫേനോവിന്റെ സിലബസും എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ കസീദയും മനപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജമാഅത്തി ചെലവുകൾ, തെഹ്രീക് വഖഫ് ജദീദ് എന്നിവയിൽ സ്ഥിരമായി ഭാഗവാക്കാകുമായിരുന്നു. നമസ്കാര സെന്ററിൽ പോയി കൃത്യമായി നമസ്കരിക്കുമായിരുന്നു. ജമാഅത്തായ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുമായിരുന്നു. ഫജറിന് ശേഷം സ്ഥിരമായി തിലാവത്ത് ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എഴുതുമായിരുന്നു. വളരെ നല്ല ശബ്ദമായിരുന്നു ഈ കുട്ടിയുടേത്. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു. വീട്ടിൽ ജനറേറ്ററിൽ തീ പിടിച്ചത് കാരണം ഈ കുട്ടിക്കും തീ പൊള്ളലേറ്റു. പരിക്ക് പറ്റി സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർമാർ ഇതാണ് പറഞ്ഞിരുന്നത്, സുഖം പ്രാപിക്കുമെന്ന്. പിന്നീട് എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായി, ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷനായി. എന്താണ് കാരണമെന്നറിയാം. ഏതായിരുന്നാലും അത് കാരണം പിന്നീട് അത് മറ്റ് അവയവങ്ങളെയും ബാധിക്കാൻ തുടങ്ങി. ഇൻഫെക്ഷൻ കാരണം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വഫാത്തായി. അള്ളാഹു മർഹൂം കുട്ടിയോട്, നിശ്ചയമായും നിഷ്കളങ്കരായ കുട്ടികളാണ് അവർ, സ്വർഗസ്ഥർ തന്നെയാണ്. അള്ളാഹു തന്റെ പ്രിയപ്പെട്ടവരിൽ ഈ കുട്ടിക്ക് ഇടം നൽകുമാറാകട്ടെ. ഈ കുട്ടിയുടെ ഉമ്മ ആണ് ഈ കുട്ടിയെ വളർത്തിയത്. പിതാവ് ഒരിക്കലും തന്നെ ഈ കുട്ടിയെ കുറിച്ച് ചോദിച്ചിട്ടില്ല. വേർപിരിഞ്ഞിരുന്നു. മാതാവിന്റെ ഉമ്മയും
പിതാവുമാണ്. കുട്ടിയെ വളർത്തിയത് അവർക്ക് ധൈര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ, സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവർക്ക് ഈ വലിയ ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി നൽകുമാറാകട്ടെ. കുട്ടിയുടെ മാതാവിന്റെ ഉമ്മ താഹിറ ബേഗം സാഹിബയാണ്. അവർ മറിയം ബേഗം സാഹിബയുടെ മകളാണ്. ഞാൻ പറഞ്ഞതുപോലെ അവർക്കും ഇതിൽ പരിക്കുണ്ടായി. അള്ളാഹു അവർക്കും ഇതിൽ ആരോഗ്യം നൽകുമാറാകട്ടെ, സുഖം നൽകുമാറാകട്ടെ. കുട്ടികളുടെ ഭാഗത്ത് എപ്പോഴും സന്തോഷം നൽകുമാറാകട്ടെ. ഇവരുടെ ഒരു കുട്ടി എഴുതുന്നു, ജാഹിദിന്റെ ഒരു നല്ല ശീലം ഇതായിരുന്നു. രോഗത്തിന്റെ അവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ജാഹിദിന്റെ മാതാവിന്റെ കസിൻ താരിഖ് അലി ഖോക്കറിന്റെ മകൻ പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. രോഗത്തിന്റെ അവസ്ഥയിൽ എപ്പോഴും ചോദിക്കുമായിരുന്നു, ചില സമയത്ത് അബോധാവസ്ഥ ഉണ്ടാകുമായിരുന്നു, ഞാൻ നമസ്കരിച്ചോ അതോ ഇല്ലേ? അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കിടന്ന് നിലയത്തെ നമസ്കരിക്കുമായിരുന്നു. അള്ളാഹു ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഈ കുട്ടിയുടെ മാതാവിനും മാതാവിന്റെ الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر